അവർക്കൊക്കെയും ഇതേക്കുറിച്ച് ആലോചിക്കാവുന്നതും ഇതിനു തന്നെ. നമസ്കാരം, ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനം നടത്തുന്നതിനെ കുറിച്ചാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായി അദ്ദേഹം ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ലേഖകൻ വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വിമാനം അവിടെ എത്തിച്ചേർന്നത്? എപ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? കിരൺ, ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകും. പറഞ്ഞതിലും അല്പം വൈകിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. 3:30 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ സമയം വൈകി. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ അദ്ദേഹം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. അവിടെ ഇന്ന് എത്തിയ ശേഷം അമ്മൻ കോവിലിൽ ആദ്യം ദർശനം നടത്തും. കന്യാകുമാരി അമ്മൻ കോവിലിലാണ് ദർശനം നടത്തുക. തുടർന്നാണ് അദ്ദേഹം ധ്യാനനിരതനാകാൻ വേണ്ടി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. നാളെ പൂർണ്ണമായും അദ്ദേഹം അവിടെ ചിലവിടും. മറ്റന്നാൾ ഉച്ചയ്ക്ക് 3:30 കഴിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരികെ മടങ്ങുക. കന്യാകുമാരിയിലെത്തുന്ന അദ്ദേഹം ബോട്ടിലായിരിക്കും വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയും എത്തുന്നത്. ഇതിനിടയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒരു വശത്ത് നിന്ന് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു നാടകം കളിക്കുന്നുവെന്ന ആരോപണമാണ് പ്രധാനമായും മനു അഭിഷേക് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു ആരോപണമായി ഉന്നയിച്ചത്. ഇത് ഈ നിശബ്ദ സമയത്ത് അദ്ദേഹം മൗനവ്രതം അത് അനുഷ്ഠിക്കുന്നതിന് തർക്കമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന, മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ നടത്തുന്നത് രാഷ്ട്രീയമായ ഒരു പ്രചരണമാണ്. ഇതിനെതിരെയുള്ള നടപടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. തമിഴ്നാട് കോൺഗ്രസിൽ അവർ കൃത്യമായി ഇതിനകം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നരേന്ദ്രമോദി അവിടെ ധ്യാനമിരിക്കുമെങ്കിൽ കന്യാകുമാരിയിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ധ്യാനമിരിക്കും എന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. വലിയ ഒരു പ്രചരണം BJPയുടെ ഭാഗത്തുനിന്ന്, അതായത് നരേന്ദ്രമോദിയുടെ ജീവിതത്തിൻ്റെ ആകെത്തുക, അത് ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അതിൻ്റെ ഒരു തിളക്കമുള്ള ഏടാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതും അവിടെ ധ്യാനമിരിക്കുന്നതും എന്ന ഒരു കാര്യമാണ് BJP വിശദീകരിക്കുന്നത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തി. രാജ്യത്തിൻ്റെ പൊതു തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നു, അല്ലെങ്കിൽ വിവാദം എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉദ്യമവുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിലെത്തി. അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ധ്യാനത്തിന് ശേഷം മടങ്ങുന്നതും തിരുവനന്തപുരം വഴി തന്നെ ഇതേ രീതിയിൽ തന്നെയല്ലേ മടങ്ങുന്നതും? ഇങ്ങനെ തന്നെയാണ് കിരൺ. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ കന്യാകുമാരിയിലേക്ക് പോകുന്നതിന് കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ റോഡ് മാർഗം അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം പോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ വിന്യാസമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സ്കീമുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടികളും ഈ റോഡ് മാർഗമുള്ള യാത്രയാണെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘമുണ്ട്, അഗ്നിശമന സേനയുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക ആ വാഹന വ്യൂഹത്തെ പിന്തുടരുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസുകളുണ്ട്, പോലീസിൻ്റെ സുരക്ഷാ വാഹനങ്ങൾ, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ, പക്ഷേ ആ നിലയ്ക്കല്ല അദ്ദേഹം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ആ പ്രത്യേക വിമാനത്തിൽ നിന്ന് ഹെലികോപ്റ്ററിനടുത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അദ്ദേഹം പ്രത്യേക ഒരു കാറിൽ അദ്ദേഹം ഹെലികോപ്റ്ററിനടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാർ മുഴുവൻ ആ കാറിനെ അകമ്പടി സേവിക്കുന്നു. വിമാനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം കാറിൽ, വിമാനത്താവളത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്ന കാറിൽ കയറി അദ്ദേഹം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഹെലികോപ്റ്ററിനടുത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അതായത് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, ആകാശമാർഗം തന്നെയാകും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പറന്നുയരും. കിരൺ, ശരി. പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ചേർന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രി 45 മണിക്കൂർ ധ്യാനത്തിന് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത്. ആ ധ്യാനത്തിനായിട്ടാണ് എത്തിച്ചേർന്നത്.
ജൂൺ 1-നാണ് ഇന്ത്യയിലെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ സമയത്ത് ഇന്ന് ധ്യാനത്തിലായിരിക്കും അദ്ദേഹം. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ധ്യാനത്തിലിരിക്കാൻ വേണ്ടിയാണ് ഇക്കുറി കന്യാകുമാരി തെരഞ്ഞെടുത്തത്. 2014-ലും 2019-ലും സമാനമായ രീതിയിൽ അദ്ദേഹം ഈ അവസാന ഘട്ടത്തിൽ ധ്യാനത്തിലേക്ക് നീങ്ങിയിരുന്നു. 2019 കേദാർനാഥിലും ഈ തരത്തിലേക്ക് അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി പോയിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പറന്നുയരും. വിനോദ, കനത്ത സുരക്ഷയിലായിരിക്കുമല്ലോ വിമാനത്താവള പരിസരങ്ങൾ. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളടക്കം ലഭ്യമാകാൻ, പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണോ ലഭ്യമാകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? കിരൺ, നമുക്ക് അകത്ത് പ്രവേശനമില്ല. ടെക്നിക്കൽ ഏരിയയിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് അനുവാദമില്ല. എല്ലാ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്ത് നിൽക്കുകയാണ്. ഏതായിരുന്നാലും വളരെ ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്ന് പറന്നുയരും. കന്യാകുമാരിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ അത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന്. അത് BJP വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകെത്തുകയുണ്ട്. അദ്ദേഹം ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അതിൽ ഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിക്കാട്ടുന്നതിന് നരേന്ദ്രമോദിയുടെ പങ്ക്, അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി തന്നെയാണ് ഈ സംഭവത്തെ, വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനനിരതനാകുന്നതിനെ BJP വിശദീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് ഒരു ഗിമ്മിക്കാണ്, രാഷ്ട്രീയ നാടകമാണ്. ഏറ്റവും ഒടുവിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നു, ധ്യാനമിരിക്കുന്നു. മാത്രവുമല്ല, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം ഒരു ചുവട് കൂടി മുന്നിലാണ്. അവർ പറയുന്നത് ഇങ്ങനെ ധ്യാനമിരുന്നാൽ തങ്ങളും കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും, അതിനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുകയാണ്. അതായത് ഒരു മീഡിയ അറ്റൻഷൻ, രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നരേന്ദ്രമോദിയിലേക്ക് പോകുന്നു. തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് അതേ നാണയത്തിൽ എതിരിടുക, അതിനെ ചെറുക്കുക, രാഷ്ട്രീയമായി അതിനെ ചെറുക്കുക എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസും എത്തുന്നു, ഇന്ത്യ മുന്നണി എത്തുന്നു, AICC നേതൃത്വം എത്തുന്നു. ആ നിലയ്ക്കുള്ള ഒരു യാത്രയായി ഇത് മാറുന്നുണ്ട്. പ്രധാനമന്ത്രി വെറുതെ സന്ദർശിച്ച് മടങ്ങുകയല്ല, അദ്ദേഹം അവിടെ ധ്യാനനിരതൻ ആവുകയാണ്. ഏതാണ്ട് 45 മണിക്കൂറോളം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ചെലവിടും. ഇന്ന് വൈകിട്ടോടുകൂടി കന്യാകുമാരി അമ്മൻ കോവിലിൽ ആദ്യം ദർശനം നടത്തും. അതിനുശേഷം അദ്ദേഹം ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് സഞ്ചരിക്കും. അവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ട്. 41 കടലോര ഗ്രാമങ്ങളിൽ വലിയ വഴിതടച്ച സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കന്യാകുമാരിയുമായി ചേർന്ന 41 കടലോര ഗ്രാമങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ കേന്ദ്രസേനയുടെ, തമിഴ്നാട് പോലീസിൻ്റെയും ഒക്കെയും വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ റോഡ് മാർഗം പോകുമോ എന്ന ഒരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു, കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. അദ്ദേഹം പ്രത്യേക വിമാനത്തിലിറങ്ങി കാറിൽ, അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്ന കാറിൽ കയറി അദ്ദേഹം ഈ ഹെലികോപ്റ്ററിനടുത്തേക്കാണ് സഞ്ചരിച്ചു പോയത്. നമുക്ക് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഹെലികോപ്റ്റർ മൂവായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹെലികോപ്റ്റർ സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അത് പറന്നുയരും. കന്യാകുമാരിയിലേക്കുള്ള യാത്രയുമായി പ്രധാനമന്ത്രിയെ വഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്റർ കന്യാകുമാരിയിലേക്ക് പുറപ്പെടും. അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നത്. അതിനുശേഷം നാളെ മുഴുവൻ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ചെലവിടും. അത് മറ്റന്നാൾ 3:30 മണിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് തിരികെ പുറപ്പെടുക. ജൂൺ 1-ന് അവസാന പോളിംഗ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ രാജ്യം ഉറ്റുനോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ യാത്ര ഈ നിലയ്ക്കാണ്. അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. ഏതായിരുന്നാലും പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കിരൺ, അദ്ദേഹവുമായുള്ള ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാലാവസ്ഥ മോശമാണെങ്കിൽ റോഡ് മാർഗമടക്കം യാത്രയ്ക്കൊരു B പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ അത്രത്തോളം മോശമല്ല. എന്തായാലും ഹെലികോപ്റ്ററിന് സഞ്ചരിക്കാൻ കഴിയുന്ന കാലാവസ്ഥയാണുള്ളത്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ
ആകാശത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. നമുക്കെന്തായാലും പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. പൊതുവേദിയുടെ ഇടയിലാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിയത്. ഈ വിഷയം തന്നെയാണ് നമ്മൾ പൊതുവേദി ചർച്ച ചെയ്യുന്നതും. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൽക്കത്തയുമായി ബന്ധപ്പെട്ട 9 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ഉന്നയിച്ചിരുന്നു. രാമകൃഷ്ണ മിഷനിലെ ചില സന്യാസിമാർ, അതോടൊപ്പം തന്നെ ഭാരത് സേവാഗ്രാമിലെയും ചില സന്യാസിമാർ പരസ്യമായി തൃണമൂലിനെതിരെ നിലപാടെടുക്കുകയും അവർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. തൃണമൂലിൻ്റെ ഏജന്റുമാരെ ബൂത്തിൽ കയറ്റാൻ കയറില്ല എന്ന് പറഞ്ഞടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെതിരെ നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരുന്നത്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിവേകാനന്ദ പാറയിൽ, പ്രത്യേകിച്ച് ബംഗാളുകാരെ സംബന്ധിച്ച് ബംഗാളി വികാരം ഏറ്റവും കൂടുതൽ ഉള്ള വ്യക്തി കൂടിയായ വിവേകാനന്ദനെ എൻ്റെ ഓർമ്മ നിൽക്കുന്ന സ്ഥലത്ത് വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്നത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. ജമാലാണ് പാലക്കാട് നിന്നും. ശ്രീ ജമാൽ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരാൾക്ക് ധ്യാനിക്കാനുള്ള അവകാശം വ്യക്തിപരമായ അവകാശമാണ്. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് ഈ തരത്തിലേക്ക് ഒരു ധ്യാനത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? ഇത് വിശ്വാസപരമായി അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ, അതിന് തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ മോദി കാണിച്ചു കൂട്ടുന്ന ഒരു തന്ത്രമാണ്. ഒരു വട്ടമല്ല 2 വട്ടം വേണമെങ്കിൽ ജനത വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവാം. 3-ാം വട്ടവും ജനത അതിൽപ്പെട്ട് വഞ്ചിതരാകും എന്നുള്ള അത്രയ്ക്കുള്ള ബുദ്ധിശൂന്യതയൊന്നും ഇന്ത്യയിലെ ജനതയ്ക്കില്ല. മോദി ആരാണെന്നും മോദി എന്താണെന്നും തിരിച്ചറിയാനുള്ള കഴിവും തന്റേടവും ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. തീർച്ചയായും 7-ാം വട്ട തെരഞ്ഞെടുപ്പോടുകൂടി അത് ഇന്ത്യൻ ജനത എഴുതി കഴിയും. മോദിയെ പുറം തള്ളുക തന്നെ ചെയ്യും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ റഷീദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, നരേന്ദ്രമോദി സാധാരണഗതിയിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം ധ്യാനത്തിന് പോകാറുണ്ട്. നേരത്തെ കേദാർനാഥിലുമൊക്കെ അദ്ദേഹം ധ്യാനം, പ്രതാപ്ഗഡിലുമൊക്കെ അദ്ദേഹം സമാനമായ രീതിയിൽ ധ്യാനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പോളിംഗ് നടക്കുന്ന ദിവസം അടക്കമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസവും കൂടി അത് കന്യാകുമാരിയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ധ്യാനത്തിന് പിന്നിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് ആർക്കും ധ്യാനത്തിനോ അല്ലെങ്കിൽ മറ്റേതൊരു വിഷയത്തിനോ ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല. പക്ഷേ ഇതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അതായത് ഇന്ത്യ മുന്നണി വിജയലാപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന എല്ലാ മാധ്യമങ്ങളും, എല്ലാ ദൃശ്യ ശ്രവണ ലിഖിത മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി വിജയപീഠത്തിലേക്ക് കയറാൻ പോകുന്നു എന്ന തരത്തിലാണ്. അതിനിടയിലാണ് സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്യാറുള്ള കഴിഞ്ഞ 14-ലും 19-ലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. കാരണം പ്രാർത്ഥന എന്നത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. പക്ഷേ ഇപ്പോഴയാൾ വരുന്നതും അതിനു വേണ്ടിക്കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കാം വരുന്നുണ്ടാവുക. NDA ഒരു വിജയം ഉറപ്പിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ ഒരു കാലാവസ്ഥയുണ്ടല്ലോ, കാലവർഷം തുടങ്ങുകയാണ്. അപ്പൊ മഴയൊക്കെ ഒന്ന് കണ്ട് വളരെ ഭംഗിയായി ഇന്നത്തെ കേരള സാഹചര്യം ഒന്ന് മനസ്സിലാക്കി അദ്ദേഹം പല തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും താങ്കളുടെ അഭിപ്രായം നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മോദിയുടെ ഇപ്പോഴത്തെ ധ്യാനം, ആ ധ്യാനത്തിലെ തികച്ചും വ്യക്തിപരമായ ഒന്ന് മാത്രമാണോ, അതോ അതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ? സാറേ, ഇപ്പൊ ഒരു 1.5-2 മാസമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഓടി നടക്കുകയല്ലായിരുന്നോ? അപ്പൊ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അത് ആർക്കും ഇന്ത്യയിലല്ല ലോകരാജ്യത്ത് ആർക്കും വന്ന് താമസിക്കാം, മനസ്സുറപ്പോടുകൂടി താമസിക്കാവുന്ന 2 സ്റ്റേറ്റാണ്, ഒന്ന് തമിഴ്നാടും ഒന്ന് കേരളവും. അപ്പൊ തമിഴ്നാട്ടിൽ വന്ന് താമസിക്കാൻ വരികയാണ് എന്ന് പറയാൻ, വിശ്രമത്തിന് വരികയാണ്. പിന്നെ ഒരു കാര്യം, വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ആദരിക്കുന്ന ഒരു മഹാ വ്യക്തിയായിരുന്നു. ആ പരിപാവനമായ ആ വിവേകാനന്ദ സ്വാമി ഇരുന്ന ആ ധ്യാനത്തിനിരുന്ന സ്ഥലം അശുദ്ധമാക്കരുത്. കാരണം മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും തമ്മിലടിപ്പിക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് നേതാവ് ആ പരിപാവനമായ സ്ഥലം അശുദ്ധമാക്കരുതും എന്ന് എനിക്ക് പറയുക. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഇന്ത്യയിൽ ഈ വിവേകാനന്ദ പാറയിൽ ആർക്കും പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സമുള്ള ഒരു സ്ഥലമല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ വരുന്നത് കൊണ്ട് എന്തെങ്കിലും അശുദ്ധി ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതൊരു മോശം.
സാർ ഹിന്ദുവിനെ അത് രാഷ്ട്രീയമായി വിമർശിക്കാം, പക്ഷെ അതിൽ അശുദ്ധിയുമായി ബന്ധപ്പെടുന്നത് ശരിയല്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് വർഗീയ ഫാസിസ്റ്റിന്റെ നേതാവാണെന്ന് എന്താ സംശയം? എന്താ ശ്രീ തങ്കച്ചൻ ദയവായി താങ്കൾ കേൾക്കൂ. താങ്കൾക്ക് നരേന്ദ്രമോദിക്കെതിരെ അത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, അത് താങ്കളുടെ അവകാശമാണ്, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അശുദ്ധിയുമായി ബന്ധപ്പെടുത്തി അതിന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ അശുദ്ധമാകും എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ കാലത്തിന് യോജിച്ച ഒരു പ്രസ്താവനയല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണമല്ല, അത് ശരിയുമല്ല, ഒരു തരത്തിലും ശരിയുമല്ല, അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ആരും ഒരു സ്ഥലത്തിരുന്നാലും ഒരു സ്ഥലവും അശുദ്ധമാകാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതൊക്കെ താങ്കൾ പറഞ്ഞോളൂ, തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ വിഷയം ഇത്രയും മാത്രമേ ഉള്ളൂ. അശുദ്ധിയുമായി ബന്ധപ്പെടുത്തി ഒരു മനുഷ്യരെ ആക്ഷേപിക്കുന്നത്, ഒരു മനുഷ്യനെതിരെ ആരോപണം പറയുന്നത് ശരിയല്ല. അത് ഒരു പരസ്യമായ വേദിയിലായാലും രഹസ്യമായിട്ടായാലും എവിടെയായാലും പറയുന്നത് ശരിയല്ല. അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു വിശാലതയുടെ കുറവ് കൂടിയാണ് എന്നത് പറയേണ്ടി വരും സ്വാഭാവികമായും. എന്തായാലും അത് അംഗീകരിക്കാനും കഴിയുന്നതല്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഈ സമയത്ത് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു ധ്യാനത്തിലേക്ക് നീങ്ങുന്നു, അതിന് വിവേകാനന്ദ പാറ തന്നെ തെരഞ്ഞെടുക്കുന്നു, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ? ഈ ധ്യാനത്തെ ഒരു രാഷ്ട്രീയ ധ്യാനമായി കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. പിന്നെ ഈ ധ്യാനം എന്ന് പറയുന്നത് ഈ മറ്റേ യോഗാസനങ്ങൾ അതിലൊക്കെ പണ്ടേയുള്ള ഇത് ഒരു ദുഷ്ടലാക്കോ അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആവരുത്, ശുദ്ധ മനസ്സോടുകൂടിയാവണം. ഇതിപ്പോ അതൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ സംഭവം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ മറ്റേ ഇവര് രണ്ടുപേരുടെയും പേരിൽ തമ്മിൽ സാമ്യമുണ്ട്, പക്ഷെ പ്രവൃത്തിയും ബാക്കിയുള്ള കാര്യങ്ങളും എന്തോ ഞാൻ കമന്റ് ചെയ്യുന്നില്ല. രണ്ടുപേരിലും നരേന്ദ്രൻ എന്നുള്ള പേരുണ്ട്, അങ്ങനെ സാമ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എത്ര ലക്ഷങ്ങളാണ് ഇപ്പൊ പൊടിക്കാൻ പോണത്. ഇത് കേരളത്തിലെ പിണറായി വിജയനെ മറ്റും ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ അംഗം ഉണ്ടാവുക? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇതൊരു കപട ഭക്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ത്യ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞൊക്കെയാണ് പലയിടത്തും വോട്ട് പിടിച്ച് ദൈവപുത്രനാണ്, ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്നൊക്കെയാണ് പറഞ്ഞ് വോട്ട് പിടിക്കുന്നത്. അപ്പൊ കഷ്ടകാലത്തിനെങ്ങാനും ജയിച്ചു പോയാൽ എന്റെ പ്രാർത്ഥന കൊണ്ട് ജയിച്ചാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു അഭ്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ ഇദ്ദേഹം ഈ വർഗീയത മാത്രം പറഞ്ഞ്, ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത മാത്രം പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഇദ്ദേഹത്തിന് ആ വിവേകാനന്ദ പാറ എത്രമാത്രം യോജിക്കുമെന്നുള്ളത് യോജിക്കുമെന്നുള്ളത് ആലോചിക്കേണ്ട കേസാണ്. ഇദ്ദേഹത്തിന് അത്രമാത്രം ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയി ഹിമാലയത്തിൽ ഇതെല്ലാം കളഞ്ഞിട്ട് ഹിമാലയത്തിൽ പോയി കുറെ നാൾ ധ്യാനിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനം, ഒരാൾക്ക് ധ്യാനിക്കുക എന്നൊക്കെ പറയുന്ന അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, പക്ഷെ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് പ്രതിപക്ഷം പറയുന്നു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇതില് നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണണ്ട. അയാളെ പഠിക്ക് വിട്ടാൽ പോലെ ഇത് കോൺഗ്രസ്സുകാരെ മൊത്തം ഇയാൾ കുരങ്ങ് കളിപ്പിക്കുക. ഇയാൾ എന്ത് കളിക്കുന്നത് അത് നോക്കിയിട്ട് ഇവരും കളിക്കുക. ഇനിയിപ്പം കോൺഗ്രസ്സുകാരെ പോയിട്ട് ധ്യാനം എടുക്കാൻ പോവാ. ഞാൻ ചോദിക്കുന്നത്, അയാള് ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അയാൾക്ക് ഇത്രയും കാലം 1-2 മാസം ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഒരു 45 മണിക്കൂർ ആൾ പോയി വിശ്രമിച്ചോടെ. നമ്മളെന്തിനും ഇങ്ങനെ ഈ ഫാസിസം വർഗീയത? ആർക്കാ വർഗീയത ഇല്ലാതെ? ഇവിടെ വർഗീയത ഇല്ലാതെ ആർക്കാ? ഇവിടെ വർഗീയത ഇല്ലാതെ ആളെ പറ. ഈ പറയുന്ന ഏത് മാന്യനാ വർഗീയത ഇല്ലാതെ? എല്ലാ ഓന്റെ ഉള്ളിന്റെ ഉള്ളിൽ വർഗീയത തന്നെയാ. ശ്രീദാസൻ, അങ്ങനെയൊന്നും പറയരുതേ. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇപ്പോഴും വർഗീയമായിട്ടല്ല ചിന്തിക്കുന്നത്. അവർ മതത്തിന്റെ അടിസ്ഥാനത്തിലോ വർഗീയതയുടെ അടിസ്ഥാനത്തിലോ അല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യം ഈ തരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കിരൺ ബാബു, ഞാൻ അങ്ങനത്തെ അല്ല. താങ്കൾ പറഞ്ഞത് മറ്റുള്ളവര് ആർക്കാണ് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഈ പറയുന്ന ആൾക്കാർക്ക് ഓരോ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോ ഇത് എല്ലാ 90% ആളെ മനസ്സിൽ വർഗീയതയുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന 10% വർഗീയത ആൾക്കാരുണ്ട്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് ഇല്ല. 90% പേരുടെയും ഉള്ളിൽ വർഗീയത ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്കുണ്ട്. ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു രാഷ്ട്രീയ ധ്യാനമാണോ? നോക്കൂ, ഇത് വർഗീയതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇത്. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ 3 മാസമായിട്ട് നടക്കുകയാണ്. വിവിധ തലങ്ങളിൽ പ്രചരണമായാലും സ്ഥാനാർത്ഥി നിർണയമായാലും ഒക്കെ ആയിട്ട് 6 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ്. മറ്റന്നാളാണെന്ന് അല്ലേ? അതെ, 2 ദിവസത്തിന് അതെ അല്ലേ? അതെ. മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പോടുകൂടി 6ാം ഘട്ടം വോട്ട് ആണ് പൂർണ്ണമാകാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാകുന്ന ദിവസമാണ്. ഈ 3 ദിവസം, അതിനേക്കാളുപരി 10 കൊല്ലക്കാലം തങ്ങളുടെ ഭരണത്തിന്റെ എല്ലാ ഗിമ്മിക്കുകളും എല്ലാ സാധ്യതകളും
അതിന് നെഗറ്റീവായും പോസിറ്റീവായുമുള്ള എല്ലാ ആസ്പെക്റ്റുകളും വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഭരണം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ടോ? കൊല്ലത്ത് നിന്നും ശ്രീ വിജയനാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അല്ല, എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും കലക്കിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് മതേതരത്വവും കാര്യങ്ങളും എല്ലാം പറയുന്നത് ഈ കേരളത്തിൽ ജനാധിപത്യവും കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ ഇങ്ങനെ നിമിഷ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? അദ്ദേഹം സ്വതന്ത്രനായിട്ട് പോയി അവിടെ കുറച്ച് 3-4 ദിവസം അവിടെ ഇരിക്കുന്നതിനകത്ത് എന്താ തെറ്റെന്താ സാറേ? ശരി, നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കൃഷ്ണമോഹനാണ്. ശ്രീ കൃഷ്ണമോഹൻ, നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചു കഴിഞ്ഞു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആധ്യാത്മികമായിട്ട് സ്പിരിച്വലായിട്ട് ഒരു നല്ല ഒരു ലെവൽ, ഹൈ ലെവലിലുള്ള ആൾക്കാർ ആരും പറയില്ല. ഇത് ഈ കേരളത്തിലെ നമ്മളെ ഇപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, കുറെ പേര് കേരളത്തിൽ നിന്ന് വിളിക്കുന്നത്. അത് അവരുടെ ആ രാഷ്ട്രീയമായിട്ടുള്ള എലിജിയൻസ് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഒരു ബ്ലൈൻഡ് ഓപ്പോസിഷൻ ടു മോദി അത് വേണ്ട, അത് പാടില്ല. ഒരു ആധ്യാത്മികമായിട്ട് ഒരാൾ ചെയ്തോട്ടെ, മോദി ചെയ്തോട്ടെ. പൊളിറ്റിക്കലി നമ്മൾ ഏത് പാർട്ടി വരെ, ഇപ്പൊ അദ്ദേഹം പോയിട്ട് ഒരു ചേർച്ചിലോ ഒരു മസ്ജിദിലോ പോയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവരാരും ഒന്നും പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ അല്പസമയത്തുള്ളിൽ എത്തിച്ചേരും. കന്യാകുമാരിയിൽ ഞങ്ങളുടെ ലേഖകൻ ശ്രീ വി അരുൺ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞോ? എങ്ങനെയാണ്? പൂർണ്ണമായും സുരക്ഷാ വലയത്തിലായിരിക്കുമല്ലോ കന്യാകുമാരിയും വിവേകാനന്ദ പാറയുമെല്ലാം. തീർച്ചയായും കന്യാകുമാരി പൂർണ്ണമായും സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. നമ്മളിപ്പോൾ ത്രിവേണി സംഗമത്തിലേക്കുള്ള വഴിയിലാണ്. ഇവിടെ തന്നെ ബാരിക്കേഡ് വെച്ച് പൂർണ്ണമായും പോലീസ് ആളുകളെ തടയുന്നുണ്ട്. ആളുകൾ മാത്രം മാധ്യമങ്ങളെ ഇതിനപ്പുറത്തേക്ക് കടത്തിവിടാതെ തടയുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാനും അല്പസമയത്തിനും അദ്ദേഹം ഇവിടേക്ക് എത്തും. ഏതാനും മീറ്ററുകൾ മാത്രമാണ് പ്രധാനമന്ത്രി വരുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഹെലിപാഡ് ഉള്ളത്. കേരള കന്യാകുമാരി ഗസ്റ്റ് ഹൌസുകളുടെ സമീപമുള്ള ഹെലിപാഡിലാണ്, തമിഴ്നാട് ഗസ്റ്റ് ഹൌസിന്റെ ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുക. ഇവിടെ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് അവിടേക്ക് ദൂരമുള്ളത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടേക്ക് വരും. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി ഇതിനടുത്തുള്ള കന്യാകുമാരി ക്ഷേത്രത്തിനടുത്തുള്ള അമ്മൻ കോവിലേക്ക് പോകും. അമ്മൻ കോവിൽ ദർശനമാണ് ആദ്യം. അമ്മൻ കോവിൽ ദർശനത്തിന് ശേഷമാകും പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് പോവുക. അവിടെയും പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു സീസണാണ് സ്കൂൾ മധ്യവേനൽ അവധിക്കാലം. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാവേണ്ട സാധ്യത. പക്ഷേ അത്തരത്തിലൊരു തിരക്കും ഇവിടെ ഇല്ല. ടൂറിസ്റ്റുകളോട് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ചുരുങ്ങിയ പക്ഷം അദ്ദേഹം അവിടേക്ക് പോകുന്നത് നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡ് വെച്ചുള്ള പോലീസിന്റെ കൃത്യമായ പരിശോധന. അവിടെയും നിരവധി ആളുകൾ ഇവിടെ പ്രധാനമന്ത്രി എത്തുന്നത് അറിഞ്ഞും ഇവിടെ എത്തിയിട്ടുള്ള ആളുകളും അതുപോലെ ഈ ടൂറിസ്റ്റുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഈ ഏതാനും മീറ്ററുകൾക്കപ്പുറം തന്നെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. കർശനമായ സുരക്ഷാ ക്രമീകരണം. 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. അദ്ദേഹം തിരികെ പോകും വരെയും ഇതുതന്നെയാകും പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ. നാട്ടുകാർ ഉൾപ്പെടെ ആർക്കും ഈ നിരോധിത മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത തരത്തിലുള്ള പോലീസ് ബന്ദോബസ്താണ് പൂർണ്ണമായും ഈ കന്യാകുമാരിയിൽ ഉള്ളത്. കന്യാകുമാരി വലിയ സജീവമാകേണ്ട ഒരു സമയം. പക്ഷേ പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അനിവാര്യമാണ്. അത് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഈ പ്രധാനമന്ത്രി എത്താൻ സമയമാകുമ്പോൾ പോലും കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക്, കൂടുതൽ ശക്തമായ ക്രമീകരണങ്ങളിലേക്ക് പോലീസ് പോകും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ശക്തമായ ക്രമീകരണങ്ങളിലേക്ക് പോലീസ് പോകും. കൂടുതൽ ആളുകളെ അവിടെ തന്നെ ഈ ഭാഗത്തേക്ക് തടഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ ആളുകളെ ഇവിടെ കടത്തിവിടാതിരിക്കാൻ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ്. ശരി, എന്തായാലും അരുൺ, തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ കന്യാകുമാരിയിൽ എത്തിച്ചേരും. കന്യാകുമാരിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും അവിടെ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധി വി അരുണിന്റെ റിപ്പോർട്ടുകൾ കാണാം. ഇനി കടുപ്പം കുറച്ച് ചർച്ചയാണ്. 5 മുതൽ 5:30 മുതൽ വീണ്ടും തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞുള്ള പരിപാടികൾ അവിടെ നിന്ന് വി അരുൺ വീണ്ടും ചേരും.